ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ. ഡാഷ് സ്റ്റുഡൻറ് മസ്റ്റ് സബ്മിറ്റ് ദി അസൈൻമെന്റ് ബൈ മൺഡേ. ഡാഷ് സ്റ്റുഡൻറ് മസ്റ്റ് സബ്മിറ്റ് ദി അസൈൻമെന്റ് ബൈ മൺഡേ. ഇവിടെ ഈച്ച് ആണോ നമ്മൾ എഴുതുക അതോ എവ്രി ആണോ നമ്മൾ എഴുതുക? ക്വസ്റ്റ്യൻ ഇവിടെ ഈച്ച് സ്റ്റുഡൻറ് എന്നാണോ നമ്മൾ പറയേണ്ടത്, എവ്രി സ്റ്റുഡൻറ് എന്നാണോ നമ്മൾ പറയേണ്ടത്? ഇപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? യെസ്, ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈച്ച് എവ്രി തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ഈച്ച് മീനിങ് 1 by 1 എന്നാണ്. ഈച്ച് എന്ന വേർഡ് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വലിനെയാണ്. ഈച്ച് എന്ന വേർഡ് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വലിനെയാണ്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ വി യൂസ് ഈച്ച് വെൻ വി തിങ്ക് അബൌട്ട് ഐറ്റംസ് സെപ്പറേറ്റ്ലി. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയുമ്പോൾ അവിടെ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഈച്ച് എന്ന് യൂസ് ചെയ്യും. സെന്റൻസസ് നോക്കിയേ. ഓരോ കുട്ടിക്കും ശ്രദ്ധ ആവശ്യമാണ്. ഓരോ കുട്ടിക്കും ശ്രദ്ധ ആവശ്യമാണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വലിനെയാണ്, ഓരോ കുട്ടിക്കും. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഈച്ച് ചൈൽഡ് നീഡ്സ് അറ്റൻഷൻ. ഈച്ച് ചൈൽഡ് നീഡ്സ് അറ്റൻഷൻ. ഇവിടെ ഓരോ കുട്ടിക്കും എന്നാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഈച്ച്. ഈച്ച് ചൈൽഡ് നീഡ്സ് അറ്റൻഷൻ. പേയ്മെന്റിന് മുന്നേ ഓരോ ഐറ്റവും പരിശോധിക്കണം. പേയ്മെന്റിന് മുന്നേ ഓരോ ഐറ്റവും പരിശോധിക്കണം. എങ്ങനെ പറയാം? ചെക്ക് ഈച്ച് ഐറ്റം ബിഫോർ പേയ്മെന്റ്. ചെക്ക് ഈച്ച് ഐറ്റം ബിഫോർ പേയ്മെന്റ്. ഒരു സെന്റൻസ് കൂടി നോക്കാം. ഡോക്ടർ ഓരോ പേഷ്യന്റിന്റെ അടുത്തും സംസാരിച്ചു. ഡോക്ടർ ഓരോ പേഷ്യന്റിന്റെ അടുത്തും സംസാരിച്ചു. ഡോക്ടർ സ്പോക്ക് ടു ഈച്ച് പേഷ്യന്റ്. ഡോക്ടർ സ്പോക്ക് ടു ഈച്ച് പേഷ്യന്റ്. ഇപ്പോൾ ഈച്ച് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എവ്രി നോക്കാം. എവ്രി എന്ന് പറഞ്ഞാൽ ഓൾ ടുഗെദർ. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഗ്രൂപ്പിനെയാണ്. ഒരു ഗ്രൂപ്പിനെയാണ്. ഓൾ ടുഗെദർ എന്നല്ലേ മീനിങ്? അതായത് വി യൂസ് എവ്രി വെൻ വി തിങ്ക് അബൌട്ട് ഓൾ ഐറ്റംസ് ആസ് എ ഗ്രൂപ്പ്. സെന്റൻസസ് നോക്കിയാലോ. എല്ലാ വിദ്യാർത്ഥികളും യൂണിഫോം ധരിക്കണം. എങ്ങനെ എഴുതാം? എവ്രി സ്റ്റുഡൻറ് മസ്റ്റ് വെയർ യൂണിഫോം. ഇവിടെ നമ്മൾ എവ്രി ആണ് യൂസ് ചെയ്തത്, കാരണം എല്ലാ കുട്ടികളും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, അതുകൊണ്ട്. അടുത്ത സെന്റൻസ്. എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. എല്ലാ ദിവസവും പോകാറുണ്ട്. എങ്ങനെ പറയും? ഐ ഗോ ടു ജിം എവ്രി ഡേ. എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോവാറുണ്ട്. ഐ ഗോ ടു ജിം എവ്രി ഡേ. അപ്പോൾ എല്ലാ ദിവസവും എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഡേയുടെ മുന്നിൽ എവ്രി ഡേ യൂസ് ചെയ്തത്. യൂഷ്വലി സൺഡേ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആയിരിക്കും. എവ്രി ഷോപ്പ് ഈസ് ക്ലോസ്ഡ് ഓൺ സൺഡേ. എവ്രി ഷോപ്പ് ഈസ് ക്ലോസ്ഡ് ഓൺ സൺഡേ. നമ്മളിപ്പോൾ എവ്രി വെച്ചിട്ട് കുറച്ച് സെന്റൻസസ് നോക്കിയില്ലേ? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പോയിന്റ്, എവ്രി നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസിന്റെ കൂടെയാണ് നമ്മൾ എവ്രി യൂസ് ചെയ്യുന്നത്. ഞാൻ ഡെയിലി ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ എവ്രി ഡേ.
എല്ലാ ദിവസവും എന്ന അർത്ഥത്തിലായി അല്ലേ? ഞാൻ ദിവസവും നടക്കാൻ പോവാറുണ്ട്. ഞാൻ ദിവസവും നടക്കാൻ പോകാറുണ്ട്. ഐ ഗോ ഫോർ എ വാക്ക് എവ്രി ഡേ. ഐ ഗോ ഫോർ എ വാക്ക് എവ്രി ഡേ. അപ്പോൾ ഇങ്ങനെ ഡെയിലി റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസിന്റെ കൂടെയാണ് നമ്മൾ എവ്രി മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, എവ്രി ആണെങ്കിലും ഈച്ച് ആണെങ്കിലും ഇതിന്റെ കൂടെ വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഇതിന്റെ കൂടെ വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. എവ്രി ആൻഡ് ഈച്ച് ഓൾവേസ് ടേക്ക് എ സിംഗുലർ വേർബ്. അപ്പൊ അത് മാത്രമാണ് നമ്മൾ ഇതിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. എവ്രി എന്ന് പറയുമ്പോൾ ഓൾ ടുഗെദർ ആണ്. ഈച്ച് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.